മക്കളെ, സ്നേഹാവസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ച് നേരം ഹിന്ദി പഠിക്കാം. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് മുഹാവരകളാണ്. അപ്പം മക്കൾക്ക് എന്തായാലും എന്തുണ്ടാവും, നമുക്ക് കുറച്ച് മുഹാവരകൾ ഇപ്പോൾ പാഠം എടുക്കുന്നതിനനുസരിച്ച് കുറേ മുഹാവരകൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യും, എന്തായാലും പരിചയപ്പെടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് കുറച്ച് പുറത്ത് നിന്നും കുറച്ച് ആൾക്കാർ നിങ്ങൾ പഠിക്കേണ്ടി വരും. ഓക്കെ, എന്താണ് മുഹാവര എന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം, ഇഡിയംസ് ആണ് അല്ലേ. നിങ്ങൾ ഇംഗ്ലീഷിലൊക്കെ കേട്ടിട്ടുണ്ട്, ഇഡിയംസ് ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് കറക്റ്റ് ആവും എന്താണ് മുഹാവര എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നൊരു 10 മുഹാവരകളാണ് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എക്സാമിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് നന്നായിട്ട് പഠിക്കുക. ഇത് എക്സാമിന് മാത്രമാണ് ഉപകാരപ്പെടുക അല്ല, നിങ്ങൾക്കിപ്പോൾ എല്ലാ കോൺവെർസേഷനും എഴുതണം എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെയൊക്കെ ചേർത്ത് എഴുതാൻ വേണ്ടി പറ്റുക, അതായത് ഇതേ അർത്ഥമുള്ള എന്തെങ്കിലും കോണ്ടെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മുഹാവര ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. എക്സാമിനല്ലാതെ നമുക്ക് ഗ്രാമർ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും കൃത്യമായിട്ട് പഠിക്കണം. നോക്കിക്കേ, നമുക്ക് കുറച്ച് മുഹാവരകൾ പറഞ്ഞു തുടങ്ങാം. ആദ്യം തന്നെ അതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള അറിയുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ. നോക്കാം, ആംഖോं का താര. നമ്മൾ എപ്പോഴും പറയുന്ന സാധനം ആംഖോं का താര, നീ എൻ്റെ ആംഖോं का താരയാണ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം, എന്താണ്? യെസ്, നമ്മൾ പറയില്ലേ കണ്ണിൽ ഉണ്ണിയാണ്, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട അത്രയ്ക്കും പ്യാരയായിട്ടുള്ള ആളെയാണ് നമ്മൾ അങ്ങനെ പറയാറ് അല്ലേ. നോക്കിയേ, ആൻ ആപ്പിൾ ഓഫ് മൈ ഐ എന്ന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതാണ് എന്ത്, ആംഖോं का താര എന്ന് പറയുന്നത്, കണ്ണിലെ സ്റ്റാർ ആണ് എന്നൊക്കെ പറയുന്ന മാതിരി അല്ലേ. ഓക്കെ, രണ്ടാമത്തെ ആ ഒരു നമ്മുടെ മുഹാവര എന്ന് പറയുന്നത് ഇതാണ്, ദാൽ മേ കുച്ച് കാലാ ഹേ. യെസ്, അത് നമുക്ക് എന്താണ് എപ്പോഴും വരുന്നൊരു സംഭവമാണ്, ദാൽ മേ കുച്ച് കാലാ ഹേ, സംതിങ് ഫിഷി. നമ്മൾ പറയില്ലേ എന്തോ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. ദാൽ എന്താണെന്ന് നമുക്കറിയാം, ദാൽ നമ്മുടെ പരിപ്പ് പോലത്തെ സംഭവമാണ് അല്ലേ. അപ്പോൾ പരിപ്പിൽ എന്തോ കറുപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം എന്താണ്, സംതിങ് ഫിഷി, എന്തോ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം, ദാൽ മേ കുച്ച് കാലാ ഹേ എന്നല്ലേ. അടുത്ത എന്താണ്, ജൂട്ടാ ബഹാന. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. സാധാരണ കേസിൽ നമുക്ക് എന്താണ്, സാധാരണ എഴുതുന്ന ഇതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ജൂട്ടാ ബഹാന ബനാദേന എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ജൂട്ടാ ബഹാന. ജൂട്ടാ ഉദ്ദേശിച്ചുള്ളത് ലെയിം എക്സ്ക്യൂസ്, എന്തോ ഒരു എക്സ്ക്യൂസ് പറയുക, അതായത് കള്ളം പറയുക അല്ലേ, കള്ളത്തരം. ഇപ്പോൾ നീയിപ്പോൾ എന്താണ് ഉറക്കം എഴുന്നേൽക്കാൻ വേണ്ടി നേരം വൈകിയെന്ന് വിചാരിക്കുക, എന്നിട്ട് സ്കൂളിൽ എത്തുമ്പോൾ നമ്മൾ പറയാറില്ലേ, അയ്യോ ഭയങ്കര ബ്ലോക്കായിരുന്നു അതുകൊണ്ടാണ് എത്താൻ പറ്റാഞ്ഞ, അല്ലെങ്കിൽ മഴ കാരണം എത്താൻ പറ്റില്ല. അത് ശരിക്കും എന്താണ്, ഒരു ജൂട്ടാ ബഹാനയാണ് അല്ലേ, ഒരു ലെയിം എക്സ്ക്യൂസ് നമ്മൾ പറയാം. അതിനാണ് പറയുന്നത് ജൂട്ടാ ബഹാന എന്ന് വെച്ചാൽ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കേ, അന്ത് ബലാത്തോ സബ് ബല. അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. എൻഡിങ് എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ അച്ഛാ ഹോ ജായേതു നമ്മൾ എന്ത് പറയും, ഓക്കെ യെസ്, ബാക്കി നമ്മൾ അനുഭവിച്ചിട്ടുള്ള കഷ്ടതകളൊക്കെ എന്താണ്, കുഴപ്പമില്ല എന്നുള്ള പോലെ പറയാറുണ്ട്. അതായത് അന്ത് ബലാത്തോ, എൻഡിങ് എന്ന് പറയുന്നത് നല്ലതാണെങ്കിൽ, ഗുഡ് ആണെങ്കിൽ ബാക്കി എല്ലാം നല്ലതാണ് അല്ലേ. യെസ്, അപ്പോൾ ഹാപ്പി എൻഡിങ് എന്ന് പറയുന്നത് പോലെ അല്ലേ. ഓക്കെ, ഓൾസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ, നമ്മളിത് കേട്ടിട്ടില്ല, ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇഡിയമാണ് ഇത് അല്ലേ. ഓക്കെ, ഓൾസ് വെൽ ദാറ്റ് എൻഡ്സ് വെൽ നമ്മൾ പറഞ്ഞ സംഭവമാണ്, നമുക്ക് അറിയുന്ന സംഭവമാണ്. അപ്പം അതിൻ്റെ ഹിന്ദിയാണ് എന്ത്, അന്ത് ബലാത്തു സബ് ബല എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത എന്താണ്, പാനി പാനി ഹോന. നമ്മൾ പാട്ടുകളിലൊക്കെ ഇത് കേട്ടിട്ടുണ്ടല്ലേ, പാനി പാനി ഹോന എന്ന് പറയുന്നത്, പാനി പാനി ഹോന എന്ത്, വെള്ളം വെള്ളം ആവുക, അത് ഉദ്ദേശിച്ചത്. യെസ്, അതിൻ്റെ അർത്ഥം ഇതാണ്, ടു ബി അഷെയിംഡ്. അഷെയിംഡ് ആയി, അതായത് നമുക്ക് നാണമാവുക, നാണം കെടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക, ലജ്ജ തോന്നേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുക, അതിനാണ് നമ്മൾ പാനി പാനി ഹോന എന്ന് വെച്ചാൽ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് എന്താണ്, നമ്മൾ പറഞ്ഞ മണ്ടത്തരമായി പോയി എന്ന് വിചാരിക്കുക, പെട്ടെന്ന് ആ ഗ്രൂപ്പിൽ നമുക്ക് എന്താണ് ഒന്ന് എന്തോ ഒരു നാണം പോലെ നമുക്ക് തോന്നും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റ് വെച്ച് നമുക്ക് എഴുതാം, പാനി പാനി ഹോന, നമ്മൾ പാനി പാനി ഹോക്കയാ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, നമ്മൾ അഷെയിംഡ് ആയിപ്പോയി എന്നുള്ള അർത്ഥം കേട്ടോ. ഓക്കെ, അടുത്ത എന്താണ്, അടുത്ത നമുക്ക് അറിയുന്ന ഒരു സംഭവമാണ് ഊണ്ട് കെ മുഹ്മേ ജീര എന്ന് പറയുന്നത് അല്ലേ. ഊണ്ട് എന്താ നമുക്കറിയാം, ഒട്ടകമാണ് അല്ലേ, ഒട്ടകത്തിനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ക്യാമലിൻ്റെ ആ മൂഹ് മീൻസ് എന്താണ്, നമ്മുടെ വായാണ്, വായയിൽ ജീര വെച്ചതുപോലെ നമുക്കറിയാം നമ്മുടെ ഒട്ടകത്തിൻ്റെ വായ എത്രത്തോളം വലുതാന്നുള്ളത്, വലിയൊരു സാധനം അല്ലേ. അതിൻ്റെ ആ വായൻ്റെ ഉള്ളിൽ ഒരു ജീരകം വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, നമ്മളൊരു ജീരകം കൊണ്ട് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതൊന്നും അതിന് മാത്രം കാണാനും കൂടി ഉണ്ടാവില്ല അല്ലേ. അതേപോലെ ഉണ്ട് പറയുന്ന ഒരു സംഭവമാണ്. ഇംഗ്ലീഷിൽ മക്കൾ ഇത് ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും, എ ഡ്രോപ്പ് ഇൻ ദ ഓഷൻ. ഓഷനിലൊരു ഡ്രോപ്പ് പോലെ അതിന് പറ്റിയിട്ടുള്ളൊരു മുഹാവരയാണ് എന്തെന്ന് പറയുന്നത്, ഊണ്ട് കെ മുഹ്മേ ജീര എന്ന് പറയുന്നത് കേട്ടോ. ഈ ഒരു സംഭവത്തിന് ട്രാൻസ്ലേറ്റ് ചെയ്യലല്ല നമ്മുടെ പരിപാടി, അതിനൊത്തിട്ടുള്ള എന്താണ് വേറെ മുഹാവരകളാണ് നമ്മൾ എവിടെ പ്രയോഗിക്കുന്നുണ്ടാവുക, നമ്മുടെ ഹിന്ദിയിൽ പ്രയോഗിക്കുന്നുണ്ടാവുക. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്താണോ അല്ല, അതിന് ഒത്തിട്ടുള്ള ഒരു സംഭവമാണ് ഊണ്ട് കെ മുഹ്മേ ജീര എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഹിന്ദിയിൽ കുറച്ച് സാധനങ്ങൾ പറയാം. നോക്കിക്കേ, ദാൽ മേ കാലാ ഹോന നമ്മൾ പറഞ്ഞു അല്ലേ, അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സംതിങ് ഫിഷി
എന്താണോ എന്തെങ്കിലും ഒരു രഹസ്യ ചിപ്പാ ഹോന എന്ന് പറയുന്നത്. ചിലപ്പോൾ മക്കൾക്ക് ഇങ്ങനെയായിരിക്കും എക്സാമിന് ചോദിക്കാറിയോ, കുച്ച് രഹസ്യ ചിപ്പാ ഹോന എന്ന് തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതിന് പറ്റിയ ഇതേ അർത്ഥമുള്ള ഇതിൻ്റെ അതേ സമാന അർത്ഥമുള്ള എന്തെടുത്ത മീനിങ്സ് ഉള്ള ഒരു മുഹാവര എടുത്ത് എഴുതാൻ വേണ്ടി പറയും. ചിലപ്പോൾ ABCD എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് ഒക്കെ തരുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ മക്കൾ എന്താണ് ഈ സംതിങ് ഫിഷി എന്നുള്ള കാര്യം ആലോചിക്കുക. കുച്ച് രഹസ്യ ചിപ്പാ ഹോന, എന്തോ ഒരു രഹസ്യം അവിടെ എന്തോ ഉണ്ട് എന്നുള്ള ആ രീതിയിൽ നിങ്ങൾ എന്ത് എഴുതുക, ദാൽമേ കാല ഹോന അല്ലേ, ദാൽമേ കുച്ച് കാല ഹോന മീൻസ് ഇതാണ് പരിപ്പിനകത്ത് എന്തോ ഒരു കറുപ്പൊക്കെ കാണുന്നുണ്ട്, സംതിങ് ഫിഷി എന്നുള്ള അർത്ഥമാണ് അല്ലേ. പിന്നെ എന്താണ് ആസ്മാൻ ടൂട്ട് പടുന്ന, നമ്മൾ പറയില്ലേ അമ്പോ അപ്പോൾ എന്താണ് ഒരു ആകാശം പൊട്ടി വീണത് പോലെ ആയിരുന്നു. നമ്മൾ ചില സമയത്ത് നമ്മുടെ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് ആസ്മാൻ ടൂട്ട് പടുന്ന, ആകാശം പൊട്ടിയിരുന്നു, നമ്മുടെ സ്കൈ അങ്ങ് പൊട്ടിയതുപോലെ നമുക്ക് തോന്നാം, ബ്രേക്ക് ആയതുപോലെ. നമ്മൾ കവിതയിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന സംഭവമാണ്. അതിൻ്റെ അർത്ഥം എന്താണ് വിപത്തിയാന, എന്തോ ഒരു പ്രോബ്ലം വരാം, ഒരു വലിയൊരു പ്രോബ്ലം വരുന്നതിനാണ് നമ്മൾ എന്ത് പറയാം ആസ്മാൻ ടൂട്ട് പടുന്ന എന്ന് പറഞ്ഞാൽ അല്ലേ. ഓക്കെ, എന്താണ് നമ്മുടെ സ്കൈ ബ്രേക്ക് ആവുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തോ വലിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്, വിപത്തിയാന എന്നുള്ളതാണ്, പഠിച്ചു വെച്ചോളാം. അതേപോലെ തന്നെ കലേജ ഡണ്ടാവോന, കലേജ ഡണ്ടാവോന മീൻസ് എന്താണ് നമ്മൾ പറയില്ലേ ഹാർട്ട് വളരെയധികം എന്തായി തണുത്തു, സന്തുഷ്ടഹോന ഹാപ്പി ആയി എന്നുള്ള അർത്ഥം കേട്ടോ, ഹാപ്പി ആയി എന്നുള്ള അർത്ഥമാണ് സന്തുഷ്ടഹോന എന്ന് വെച്ചാൽ. ഇനി അടുത്ത എന്താണ് നൗദോ ഗ്യാറ ഹോന, ഇത് വളരെ കുറേ പ്രാവശ്യം നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്. നൗദോ ഇത് വായിച്ചു കഴിഞ്ഞാൽ മക്കൾക്ക് എന്താണ് ഇതിൻ്റെ ഒരർത്ഥം മനസ്സിലാവുകയില്ലേ. നോക്കിക്കേ 9 പിന്നെന്താണ് 2 കൂടി 11 ആവുക, ഇതിപ്പോൾ എന്താ സംഭവം എന്നുള്ളൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും അല്ലേ. 11ഉം 12ഉം ഒക്കെ എന്താ ഈ നമ്പേഴ്സ് തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ നിങ്ങൾ നോക്കുക, അതിന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മീനിങ് ആണ് അതിനുള്ളത്. ഭാഗ് ജാന, ഓടിപ്പോവുക. എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ഓടി എസ്കേപ്പ് ആവത്തില്ലേ, അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് നൗദോ ഗ്യാറ ഹോന, നൗദോ ഗ്യാറ ഹോന എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്, എൻ്റെ മക്കൾ എന്ത് ചെയ്യുക പഠിക്കുക, അല്ലാതെ നമ്മളിത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളൊരു ഏകദേശം കുറച്ച് മുഹാവരകൾ ഇത് ഇവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എൻ്റെ മക്കൾ പഠിക്കണം. നമുക്ക് എന്താണ് കോൺവെർസേഷൻസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും സാധാരണ നമ്മൾ എന്താണ് ഹിന്ദി എഴുതുന്ന സമയത്തും പിന്നെ അതേപോലെ തന്നെ നമ്മൾ സാധാരണ ഡെയിലി നമ്മൾ സംസാരിക്കും, ഇപ്പോൾ ഹിന്ദി സംസാരിക്കേണ്ട അവസ്ഥകളൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ എക്സാമിന് ഗ്രാമർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്താണ് ഈ മുഹാവരികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഇത് പഠിച്ചോളാം. ബൈ.